ബംഗളൂരുവിൽ വെച്ച് ഇന്നലെ മരിച്ച മലയാളി യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. ഇടുക്കി തൊടുപുഴ മണക്കാട് സ്വദേശി ലിബിൻ മരിച്ചത് സുഹൃത്തുക്കളുടെ മർദ്ദനമേറ്റെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ബന്ധുക്കൾ ബംഗളൂരു പോലീസിൽ പരാതി നൽകി. തലയോട്ടി പൊട്ടി തലച്ചോറിന് ഗുരുതരക്ഷതമേറ്റ നിലയിൽ ഞായറാഴ്ചയാണ് ലിബിനെ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. കുളിമുറിയിൽ തലയടിച്ചു വീണെന്നാണ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ലിബിന്റെ കുടുംബത്തോടും ആശുപത്രിയിലും പറഞ്ഞത്. എന്നാൽ ലിബിന്റെ തലയിൽ ആഴത്തിലുണ്ടായ മുറിവ് വീഴ്ചയിലുണ്ടാകാൻ ഇടയില്ലെന്നും ശക്തമായ അടിയോ ക്ഷതമോ ഏറ്റിട്ടുണ്ടെന്നും ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചു. കോമാവസ്ഥയിലായ ലിബിൻ ഇന്നലെയാണ് മരിച്ചത്. 4 വർഷം മുൻപാണ് അക്കൗണ്ടന്റായി ലിബിൻ ബംഗളൂരുവിൽ ജോലിക്ക് പോയത്. ഒപ്പം താമസിച്ച കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ സഹോദരങ്ങൾ തമ്മിൽ ശനിയാഴ്ച രാത്രിയുണ്ടായ തർക്കത്തിനിടെ ലിബിന് മർദ്ദനമേറ്റെന്നാണ് കുടുംബം പറയുന്നത്. ഡോക്ടർ തന്നെയാണ് നമ്മളോട് പറഞ്ഞത്, ഒരു തലയടിച്ച് വീണ പോലത്തെ ഒരു മുറിവല്ല, തലക്കെട്ടെന്തോ അടി കിട്ടിയത് പോലത്തെ ഒരു മുറിവാണ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ 3 സുഹൃത്തുക്കളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഒരാൾ ഇച്ചിരി സീരിയസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങി. ലിബിനു ശനിയാഴ്ച മർദ്ദനമേറ്റെന്ന് ഒപ്പം താമസിക്കുന്ന കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണ് ബന്ധുക്കളോട് പറഞ്ഞത്. ലിബിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്ന കുടുംബം ബംഗളൂരു പോലീസിൽ പരാതി നൽകി. അവര് പറയുന്നതൊക്കെ പലതരത്തിലൊക്കെയാണ് പറയുന്നത്. നമുക്ക് അപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് ഒരേപോലെ ഡൗട്ടാണ്. അപ്പം ഇങ്ങനെ ഈ ഇൻസിഡന്റ് സംഭവിക്കുന്ന ഒരു 11 o'clock അമ്മനെ വിളിച്ചതാണ്. അമ്മയെ വിളിച്ച് സംസാരിച്ച് അമ്മയെ മോർണിംഗ് വിളിക്കാം, നാളെ സൺഡേയാണ്, പള്ളിയിൽ പോകണം, അങ്ങനത്തെ നോർമലി പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചത്. എല്ലാം ഒരു തുടക്കം മുതലേ സംശയത്തിന്റെ ഒരു ഇതാണ് മൊത്തം. പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ഇന്ന് ഉച്ചയോടെയാണ് തൊടുപുഴയിലെ വീട്ടിലെത്തിച്ചത്. ലിബിന്റെ 7 ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്തെന്നും ബന്ധുക്കൾ പറഞ്ഞു. വൈകിട്ട് തെനംകുന്നം പള്ളിയിൽ ലിബിന്റെ സംസ്കാരം നടത്തി. കേസിന്റെ തുടർ നടപടികൾക്ക് ചൊവ്വാഴ്ച ബംഗളൂരുവിൽ എത്തിച്ചേരാൻ പോലീസ് അറിയിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു. ന്യൂസ് മലയാളം, ഇടുക്കി.